ഹായ് ഉള്ള എന്നോട് പല ആൾക്കാരും പറയാറുണ്ട് നമ്മൾ ഒരുപാട് കാലമായി ഫേസ്ബുക്കിൽ ആക്റ്റീവ് പക്ഷെ നമ്മൾക്ക് എങ്ങനെയും എവിടെയും എത്തിച്ചേരാൻ പറ്റുന്നില്ല, നമ്മളുടെ അക്കൗണ്ട് ഗ്രോത്ത് ആവുന്നില്ല, നമ്മൾക്ക് ഏണിങ്സ് ലഭിക്കുന്നില്ല, നമ്മൾക്ക് ടൂള് ലഭിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. എന്റേതായിട്ടുള്ള ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. ഫേസ്ബുക്ക് ഡയറക്റ്റ് പറയുന്നില്ല, ഫേസ്ബുക്ക് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഞാനെല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു 6 ടിപ്സ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ 6 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ഗ്രോത്ത് ആക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് സഹായകമാകും. അപ്പോൾ അത് ഞാൻ നീട്ടി വലിച്ച് പറയുന്നില്ല, സിമ്പിളായിട്ട് കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് നമുക്ക് കിടക്കാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഡെയിലി ഒരു റീൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു റീൽ ഡെയിലി എങ്ങനെയെങ്കിലും ആയിട്ട് തട്ടിമുട്ടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവുന്നവരേക്കും ഒരു റീൽ എങ്ങനെയെങ്കിലും ആയിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഏത് തരത്തിലുള്ള റീൽ ആയാലും ശരി, ഏത് കണ്ടന്റ് ആയാലും ശരി, എങ്ങനെയെങ്കിലും ആയിട്ട് നിങ്ങൾ ഡെയിലി ഒരു റീല് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് പെട്ടെന്ന് കൂടാനുള്ള സാധ്യതയാണ് കോമഡി. ഈ കോമഡിയുടെ റീല് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പ്രത്യേകത വെച്ചാൽ എല്ലാ തരത്തിലുള്ള കാഴ്ചക്കാരും അതിൽ ആകൃഷ്ടരാകും. എല്ലാ വിഭാഗക്കാരും, എല്ലാ ഏജ് ടൈപ്പിലുള്ള ആൾക്കാരും ഈ കോമഡി വീഡിയോ ആയിട്ട് റീലായിട്ട് അറ്റാച്ച്ഡ് ആവും. മനസ്സിലായ? പക്ഷെ അതേ സ്ഥാനത്ത് നിങ്ങൾ ഏതെങ്കിലും വേറെ ഈ കോമഡി അല്ലാതെ വേറെ ഏതെങ്കിലും ടോപ്പിക്കോ കാര്യങ്ങളോ ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമായിരിക്കും നിങ്ങളെ ഫോളോ ചെയ്യുന്നതും അതിലേക്ക് നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ കോമഡി അങ്ങനെയല്ല. രണ്ടാമത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്യൂറേഷൻ. അതായത് നിങ്ങൾ നീട്ടി വലിച്ച് 1-2 മിനിറ്റ്, പിന്നെ 1 മിനിറ്റല്ലോ, ഓക്കെ 2-3 മിനിറ്റ് ഒക്കെ ഒരു റീല് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എൻഗേജ്മെന്റ് കുറയും. നമ്മൾക്ക് എത്രത്തോളം എൻഗേജ്മെന്റ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ റീല് കൂടുതൽ മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുന്നത്. ഉദാഹരണത്തിന് 100 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ 30 ആൾക്കാരിലേക്ക് ആദ്യം ഫേസ്ബുക്ക് എത്തിക്കുമായിരിക്കും. ഈ 30 ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് അതിൽ 20 ആൾക്കാരും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് മുകളിലേക്ക് എത്താനുള്ള സാധ്യത കുറയും. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ പരമാവധി ഒരു 50 സെക്കൻഡ്, ഒരു 40-50 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡിന്റെ വീഡിയോ ആക്കി അതിൽ പരമാവധി നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് ഷെയർ ആക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്ക് ചെറിയ ഡ്യൂറേഷൻ, ഇതിന്റെ ലെങ്ത് കുറക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എൻഗേജ്മെന്റ് കൂട്ടാൻ സാധ്യത കൂടും. അതായത് നിങ്ങളുടെ കണ്ടന്റ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം, കൂടാതെ ലെങ്ത്തും കുറക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മൂന്നാമതാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ഈ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ക്യാമറ ഒന്നും വേണമെന്നില്ല, അതുപോലെ തന്നെ ഐഫോണോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. അത്യാവശ്യം ഇപ്പൊ നിലവിൽ 10-20,000 ഫോണിലൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ലൊരു വെളിച്ചവും വെട്ടമൊക്കെ ഉള്ള ഒരു ഏരിയയിൽ പോയിട്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്ലാരിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാരിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോ, നിങ്ങളുടെ റീല് പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യത കുറയും. നാലാമതാണ് സൗണ്ട് ക്വാളിറ്റി. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും കൂടി വേണം. നമ്മള് എല്ലാം ശരിയായി വന്നു, പക്ഷെ സൗണ്ട് നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള റീൽസും ഫേസ്ബുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കില്ല. കാരണം ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അപ്ലോഡ് ചെയ്യുന്ന റീല് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ എല്ലാം കൊണ്ടും അങ്ങനെയുള്ള റീൽസിനെയാണ് കൂടുതൽ അവർ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാറ്. നല്ലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് റീൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മെയ്ക്ക് ഉണ്ട്. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മെയ്ക്കാണ്. ഗ്രീൻ ആരോ എന്നുള്ളൊരു മെയ്ക്കാണ്. ആ ഗ്രീൻ ആരോ അതിന്റെ ലിങ്ക് ഞാനിപ്പോൾ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിയാൽ കുറച്ചും കൂടി അപ്ലോഡ് ചെയ്യുന്ന റീൽസിന് കുറച്ചും കൂടി സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, അതിന് വലിയ വില ഒന്നുമില്ല, ഒരു 1500-1400 രൂപന്റെ റേഞ്ചിലാന്നുള്ളത് 2 മെയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. 5ാമത്തെ ടിപ്സ് ആണ്, നിങ്ങൾ കൂടുതലും വൈകിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിലാണ് കൂടുതൽ ആൾക്കാരും ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നതും കുറച്ച് റിലാക്സ് ആവുന്നത്. അപ്പോൾ ഈ 5 to 8 ഈ സമയത്തിന്റെ ഇടയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളുടെ കണ്ടന്റ് ഗ്രോത്ത് കൂടാനുള്ള സാധ്യത കൂടും. 6ാമതാണ് കൺസിസ്റ്റൻസി. അതായത് എപ്പോഴെങ്കിലും ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഡെയിലി ഒരു റീൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് ആ ടൂള് ലഭിക്കുന്നവരെ, നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കുന്നവരെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരു റീൽ വെച്ചിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരു റീൽ ഇട്ടിട്ട് 4-5 ദിവസത്തിന് ശേഷം രണ്ടാമത്തെ റീൽ അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും ലെങ്ത്, അത്രയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുന്ന റീച്ചും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡൗൺ ആവും. അപ്പോൾ ഈ റീച്ച്, എൻഗേജ്മെന്റ് ഇതൊക്കെ നമ്മൾ എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് തന്നെ കൊണ്ടുപോകണം. മനസ്സിലായ? അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു റീൽ അപ്ലോഡ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരം ഈ 6 ടിപ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ടിനെ നിങ്ങൾക്ക് ഗ്രോത്ത് നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്സ് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.